നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മീനാക്ഷി, താനിങ്ങനെ എന്നോട് പിണങ്ങാതെ. എനിക്കാരോടും പിണക്കവും ഇണക്കവും. താനൊന്ന് സമാധാനപ്പെടാനാ ഞാൻ പറഞ്ഞത്. എന്റെ അച്ഛൻ സബ് ജയിലിൽ കിടക്കുമ്പോ ഞാനെന്താ നിങ്ങളോട് തമാശ പറഞ്ഞ് രസിക്കണോ? ആ ഇടപെടൽ എന്താണെന്നാ മീനാക്ഷി ചോദിച്ചത്. അത് ഞങ്ങൾക്ക് അറിയണം. അത് പറഞ്ഞാൽ നിങ്ങൾക്കാർക്കും വിഷമം തോന്നരുത്. എന്ത് വിഷമം? എന്റെ മകനെ നിങ്ങൾ അഴിക്കകത്തിട്ട് പൂട്ടിയില്ലേ? അതിലപ്പുറം ഇനി എന്ത് വിഷമം തോന്നാനാടാ? ഞാൻ പറയാം. സംശയം ഇവിടെ എടുത്ത് പറഞ്ഞു കഴിഞ്ഞു. അതിനുള്ള മറുപടി അച്ഛൻ കൊടുത്തു. എടോ, മനോരോഗമുള്ള മാനസികാവസ്ഥയിൽ കാണുന്ന പലതും ഇത്തരം തെറ്റായ സംശയങ്ങളായിരിക്കും. ആ സംശയങ്ങൾ വെച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പെരുമാറരുത്. പോലീസിന്റെ നിർവചനം എന്താണെന്ന് നിനക്കറിയാമല്ലോ. പൊളൈറ്റ്, ഒബീഡിയൻ, ലോയൽ, ഇന്റലിജന്റ്, കറേജിയസ് ആൻഡ് എഫിഷ്യന്റ്. നീ സേനയിൽ ജോലി കിട്ടിയപ്പോ നീ ആദ്യം പഠിച്ചതായിരിക്കും. എപ്പോഴും മറക്കുന്നു അത് തന്നെ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചെയ്യുന്ന എന്റെ ഡ്യൂട്ടിയാ. എന്നെ ഏൽപ്പിക്കുന്ന കേസിലെ പ്രതി എന്റെ അച്ഛനാണെങ്കിലും അമ്മാവനാണെങ്കിലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശരിയായ ശിക്ഷ ഞാൻ വാങ്ങിക്കൊടുക്കും. അതിന് യാതൊരു സംശയവും വേണ്ട. നിൽക്ക്. അമ്മയും മകനും എന്ന ബന്ധം മറന്നിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. എന്റെ ഭർത്താവ് തെറ്റുകാരനല്ലെന്ന് 100% എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ എല്ലാവരും എന്തെല്ലാം കുരുക്കിട്ട് മുറുക്കി ജയിലിലേക്ക് അയച്ചാലും ശരി, എന്റെ ഭർത്താവ് കുറ്റക്കാരനല്ലെന്ന് ഞാൻ തെളിയിക്കും. ഇന്ത്യൻ പീനൽ കോഡിൽ അടിയുറച്ച വിശ്വാസമുണ്ട് എനിക്ക്. അതുകൊണ്ട് നീ വിലങ്ങിട്ട് എന്റെ ജേട്ടന്റെ കൈകൾ സ്വതന്ത്രമാക്കി എന്റെ ജേട്ടന് ഞാൻ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. ഇത് നിന്നെ വളർത്തിയ ഈ അമ്മയുടെ വാത്സല്യം പോകാതെയുള്ള വെല്ലുവിളിയായി എന്റെ മകൻ കരുതിക്കോ. ഈ ചെമ്പകമംഗലത്ത് ഒരു കൊടുങ്കാറ്റാഞ്ഞ് വീശി തുടങ്ങി. ഇനി ഒരു ഉരുൾപൊട്ടല. ഈ തറവാട് കടലെടുക്കും. അത് കണ്ടിട്ടേ ഞാൻ തിരിച്ചു പോവൂ. മീനാക്ഷി, താനിങ്ങനെ എന്നോട് പിണങ്ങാതെ. എനിക്കാരോടും പിണക്കവും ഇണക്കവും. താനൊന്ന് സമാധാനപ്പെടാനാ ഞാൻ പറഞ്ഞത്. എന്റെ അച്ഛൻ സബ് ജയിലിൽ കിടക്കുമ്പോ ഞാനെന്താ നിങ്ങളോട് തമാശ പറഞ്ഞ് രസിക്കണോ? എന്റെ അച്ഛൻ എന്റെ ജീവന, ആ ജീവന ഒരു കുറ്റവും ചെയ്യാതെ ജയിലിൽ കിടക്കുന്നത്. എന്റെ അച്ഛന് നിങ്ങൾക്ക് വിലയില്ലായിരിക്കും, പക്ഷെ എന്റെ അച്ഛൻ എനിക്ക് വലിയ ആള് തന്നെയാ. മീനാക്ഷി, വല്യമ്മാവൻ കുറ്റക്കാരൻ തന്നെയാ. അതുകൊണ്ടാ ഞാൻ അറസ്റ്റ് ചെയ്ത് കോർട്ടിൽ ഹാജരാക്കിയത്. എന്റെ അച്ഛനെ കുറിച്ച് അനാവശ്യം പറയരുത്. എന്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലാന്ന് അല്പം മുൻപ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറയുന്നൊന്ന് കേൾക്ക് മീനാക്ഷി. ആ മായമ്മയോടൊപ്പം 2 പ്രാവശ്യം സംശയാസ്പദമായ രീതിയിൽ ഞാൻ വല്യമ്മാവനെ കണ്ടതാ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്റെ അച്ഛനെ ഞാൻ അവിശ്വസിക്കില്ല. എന്റെ അച്ഛനെ എനിക്ക് നന്നായിട്ട് അറിയാം.
കൊടുത്തു പോലും. എന്റെ അച്ഛൻ ഒരു പരോപകാരിയ. ആരുടെ വിഷമം കണ്ടാലും അച്ഛൻ അവരെ സഹായിക്കും. അത് വ്യക്തമായിട്ട് എനിക്കറിയാം. അവർക്ക് ഇത്തിരി പൈസ കൊടുത്തതൊക്കെ നിങ്ങൾ ഇത്ര തെറ്റായിട്ട് കാണുന്നത് എന്തിനാ? എല്ലാ തെളിവുകളും വല്യമ്മാവനെതിരായിരുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടിയ ഏറ്റവും വലിയ തെളിവ് വല്യമ്മാവന്റെ വാച്ചായിരുന്നു. എന്റെ അച്ഛൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ ഏറ്റവും വലിയ തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. ആ തെളിവ് നിങ്ങൾ മറന്നുപോയി. എന്ത് തെളിവ്? നിങ്ങളുടെ വല്യമാവൻ എന്ന തെളിവ് തന്നെ. കുട്ടിക്കാലം മുതൽ നിങ്ങൾ കണ്ടു വളർന്ന ചെമ്പകമംഗലത്തെ ജയരാമൻ എന്ന വലിയ തെളിവ്. ആ മനുഷ്യന് ഒരു ഈച്ചയെ പോലും കൊല്ലാനാവില്ലെന്നുള്ള തിരിച്ചറിവ്. ആ തിരിച്ചറിവ് പോലും നിങ്ങൾക്കില്ലെങ്കിൽ ഈ കാക്കയോട് നിങ്ങൾ കാണിക്കുന്നത് ഏറ്റവും വലിയ ദ്രോഹം. നിങ്ങള് രാജിവെച്ച് വേറെ വല്ല പണിക്കും പോണം. മീനാക്ഷി, ഇവിടെ ഇടിയും മഴയും തുടങ്ങി. തുടരെ തുടരെ 3-4 വെള്ളിടി വെട്ടണം. തമ്മിലടിച്ച് 2 എന്നേക്കുമായി പിരിയണം. എന്റെ അച്ഛന് ദൈവം ഒത്തിരി പരീക്ഷണങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇതും അതുപോലെ തന്നെയാ. അച്ഛൻ നിരപരാധിയാണെന്ന് ഞാൻ കോടതിയുടെ മുൻപിൽ തെളിയിക്കും. അതിലൊരു സംശയവും വേണ്ട. മീനാക്ഷി, ആ മായമ്മയെ കൊന്നത് വല്യമ്മാവൻ തന്നെയാ. മിണ്ടരുത് നിങ്ങള്. അത്രടം വരെയായോ? ഞാനൂലും 10 വിടർത്തുന്നു. അവന് ചാടി അടിക്കടി. മീനാക്ഷി, നീ പരിസരം മറന്ന് സംസാരിക്കുന്നു. ഞാനൊന്നും മറന്നല്ല സംസാരിക്കുന്നെ. നിങ്ങളുടെ കഴിവുകേടിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നെ. എന്റെ അച്ഛനോടും അമ്മയോടും അതുവഴി ഈ ചെമ്പകമംഗലത്തോടും പകയും പ്രതികാരമുള്ള 3 പേരെയാ നിങ്ങൾ മറന്നത്. ഇന്ദ്രജ, വൈശാഖ്, പിന്നെ നിങ്ങളുടെ പഴയ ഭാര്യ മൈഥിലി. പല പ്രാവശ്യം ഈ പറഞ്ഞവരെല്ലാം ചേർന്ന് എന്റെ അമ്മയും അച്ഛനെയും ചിലപ്പോഴൊക്കെ നിങ്ങളെയും ഇല്ലാതാക്കാൻ നോക്കി. ഈ മായമ്മ കൊലക്കേസിന്റെ പിന്നിലും അവരുടെ കറുത്ത കരങ്ങളില്ലേ? അവരുടെ കോൺസ്പിറസി ഇല്ലേന്ന് നിങ്ങൾ ചിന്തിച്ചോ? മരമണ്ടന്മാരായ മനുഷ്യർക്കുണ്ടാവുന്ന കോമൺ സെൻസ് പോലും ഇല്ലാത്ത നിങ്ങള് എവിടുത്തെ പോലീസുകാരനാണെന്നാ പറയുന്നേ? ഒരു ACP. മീനാക്ഷി, അത് കലക്കി. താക്കോല് പോലെ ഇരിക്കുന്നെങ്കിലും ഈ മണ്ണുണ്ണിയേക്കാളും ബുദ്ധി മീനാക്ഷിക്കുണ്ട്. എങ്കിലും എനിക്ക് കാർത്തിയോട് അടുക്കാനുള്ള വഴി മീനാക്ഷി തന്നെ വെട്ടിത്തെളിക്കുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.